ക്യാമറ ഓണാകുമ്പോൾ ലൈറ്റും കത്തുണ്ടല്ലേ. എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും വാങ്ങായിരുന്നു, മറന്നുപോയി. ഒരു ഫോട്ടോ ഇത് മൂത്ത മോള്, ഇത് രണ്ടാമത്തെ മോള്. മോളെ പേരെന്താ? നടന്നൂടെ കൊടുത്തില്ലേ? പള്ളിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അതിന്റെ ഗേറ്റ് കാണുന്നുണ്ട്. മീനുണ്ട്, വെള്ളം പൈപ്പിന്റെ ഇത് പറഞ്ഞില്ലേ, നല്ല പൂട്ടുണ്ടേ, വതുക്കുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോയി ഞാനില്ല. ഇപ്പൊ ഇതൊന്നും നമ്മളിങ്ങനെ കണ്ടാ മതി, കണ്ടിട്ട് നമ്മള് എന്ത് വെള്ളത്തിൽ ഞങ്ങളൊക്കെ വെള്ളത്തിൽ നിന്ന് എണീറ്റ് വരല്ലേ. അതല്ലാന്നേ, ഇത് ഒറ്റ തോണി ഓടിച്ച് പോകണേ, അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും പോകും. വെയിലത്ത് നടക്കൂല. വെയിലല്ലേ അതിന്റെ അടിയിലൂടെ പോകാൻ അവരിപ്പോ എന്താ ചെയ്യുന്നത്?
ആ വാടെ നാണി ഇങ്ങോട്ട് ഇങ്ങോട്ട് അടക്ക് ആടെ മതി സ്മൈൽ ഇട്ടിയ സ്മൈൽ എങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് ഇരുന്ന് ഒന്ന് രണ്ട് ഫോട്ടോ അവിടെ എടുക്കാം എത്തുന്നെടുക്കാം നിങ്ങളൊന്നും കൊണ്ടാകാതെ നിങ്ങൾ പോയില്ല. ഫോട്ടോ കണ്ട് കാണിച്ചു കൊടുത്താലേ വേറെ കുട്ടികൾ ഞങ്ങൾക്ക് അടിച്ചുള്ള ആൾക്കാർ അവിടെ പോകണം. എന്താ വയസ്സിലെ ഇത് ഈ മത ഇളകിയിട്ട് ആനകളില്ല ആന മരിക്കണം അവരെ അടച്ചു കൂട്ടുന്ന സ്ഥലം. ഈ കൊമ്പനെ വിളിച്ച അപ്പുറത്തൊക്കെ ആന തന്നെ ഫുള്ള് ആന. ഫോട്ടോ എന്ന് പറഞ്ഞാൽ മക്കളെ അസ്ലമേ ഇങ്ങോട്ട് ഇരുന്നു ഇങ്ങോട്ട് ഇരുന്നു. ആ അടക്ക് 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 അടക്ക്. ആ ആ ഈ മൂന്നെണ്ണത്തിന് കൂട്ടിയിട്ടെടുക്കും ഞാൻ ഇവിടെ അതൊക്കെ ഫുള്ളാണ്. നമുക്ക് എല്ലാവർക്കും കൂടി പങ്കുവെക്കാം. ബാക്കിക്കുണ്ടോ ആദ്യം കിട്ടുന്നുണ്ട്. ഇവിടെ തെളിയില്ല. അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ഈ ഭാഗത്ത് അവിടെ നിന്നാണ് കിട്ടുന്നത്. മൂന്നാളും കൂടി മൂന്നാളിനെ കിട്ടുന്നു. കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. ആ അങ്ങോട്ട് ആ വേണ്ട. അപ്പം എൻ്റെ ഫോട്ടോ എവിടെ വരിക? ആ ഇന്റെ ഫോട്ടോ സെൽഫി ഇത് പിടിച്ചാൽ മതി. സെൽഫി അടിച്ചാൽ പിടിച്ചാൽ മതി. അതിൽ വീഡിയോ തന്നെ. അതിൽ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ചങ്ങായി ഒന്നും വരൂലേ? വീഡിയോ ആ ഇതിങ്ങനെ നിൽക്കാൻ മതി. അപ്പം മറ്റം വരൂലേ? അതൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പിടിച്ചോളൂ. ആ ആ ഇതിങ്ങനെ വീഡിയോ നടന്നുകൊടുക്കുകയാണ്. ആ ഇതിവിടെ ഇങ്ങനെ തൊട്ടാപ്പോൾ സ്റ്റില്ലാവും. അതിന് വന്ന് തൊട്ടാൽ മതി. സ്റ്റില്ലാക്കണമെന്ന് ഓഫാക്കണം. ഒന്നും ചെയ്യണ്ട. സ്റ്റിൽ ഫോട്ടോ എടുക്കണോ? ഒന്നും ചെയ്യണ്ട. സ്റ്റില്ലാവുന്ന പറഞ്ഞെന്തിനാ? വീഡിയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഓണാണ്. അപ്പോൾ സ്റ്റിൽ ഇതല്ലേ? അല്ലല്ല ഇതിന് തൊട്ടാൽ മതി. അതിനൊക്കെ ഞാൻ അവിടെ ഉണ്ടാവുമ്പോൾ ആ അങ്ങനെ ആ ഞാനവിടെ അവിടെ കിടക്കും. എന്നെ കാണുന്നില്ല. ആ ആ അപ്പോൾ കണ്ടു. ഓക്കെ എന്നോട് കയ്യൊന്നിക്കാൻ മതി. ആ നിൽക്ക് ഒന്നും കൂടി. മൂന്നാനെ കിട്ടൽ. ആ ഞാൻ ഒന്ന് കൊണ്ട് നോക്കൂ. ഓ സൂപ്പർ. മൂന്നാളുണ്ട്. വീഡിയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെയ്തില്ല. ആ അത് അതിൻ്റെ ഇടയിൽ കൂടി ഫോട്ടോ എടുക്കാം. അതിന് കാല് കണ്ണാക്കണ്ട് കണ്ണുതാ ഇടയ്ക്ക് ഇതിങ്ങനെ സൂം ചെയ്താൽ മതി. നമ്മളിത് ഫോട്ടോ എടുക്കുന്നത് ദേഷ്യം പിടിച്ചിട്ട് ഈ ഒരു കാര്യമുള്ളൂ ഇവിടെ. ചെറിയൊരു കാര്യമുള്ളൂ ബാക്കി. ഇതേ അവിടെ എഴുതി വെച്ചെന്ന് വെച്ചിട്ട് അത് അത്ര കർശനാക്കിയിട്ടില്ല അവര്. ഇവിടെ നോക്കണം. അങ്ങനെ ആവും. നിങ്ങളിങ്ങനെ നടന്നോളി. ഫോട്ടോ വീഡിയോ നടക്കണ്ടേ. കായ് പോലെ 20 റുപ്യക്ക് 100 ആനനെ കാണാം. ആ 20 റുപ്യക്ക് 100 ആനനെ കാണാം. എത്ര ആനേന് ഇതപ്പുറത്തുണ്ട്. നമുക്ക് നമ്മളെ പേരക്കുട്ടിയാൾ മക്കളെ ദിവസം വരില്ല. അതിന് എൻ്റെ കാറിൽ ഞങ്ങൾ എല്ലാവരും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ? നിങ്ങൾക്ക് തന്നെ അവിടെയൊക്കെ എണ്ണ തേച്ച് കുളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എണ്ണ മിനിങ്ങി നോക്കണം. വെള്ളം പറഞ്ഞു എണ്ണ മിനിങ്ങി ഒഴിച്ചതാണ്. അവൻ വെള്ളം ഒഴിച്ചത് അങ്ങനെ വേണം. അതിൻ്റെ പുറകുണ്ട് മസിലുണ്ടോ കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നോണ്ട് ഒരു ഫോട്ടോ എടുത്തു. അവിടെ മുന്നിൽ അവിടെ നോക്കി അവിടെ നോക്കി പോരി അവിടെ കട ഒരാളെ കുളിപ്പിച്ചിന്.
അതെ കടത്തി കുളിപ്പിക്കുന്നു. കിട്ടും കിട്ടും. ഇതാ ഒന്ന് കാട് കടിയില്ല. ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ഓരപ്പുള്ളവരൊക്കെ ഇവിടെ ഭയങ്കര ചെറിയ കണ്ണ് നോക്കിയിട്ട് ഇങ്ങനെ കാണില്ല. കണ്ണുകൊക്കെ നമുക്കൊരു പേടി. ആന ദേഷ്യം പിടിച്ച് നോക്കണായിരിക്കും. മത ഇളകിയാൽ നിങ്ങൾ കണ്ണ് കണ്ട ചാണകം നോക്കൊക്കെ ഒന്നായിട്ട് ഇതൊക്കെയാണെ ഒരു കാല് പൊന്തിച്ചിരിക്കണ്. ബുദ്ധിമുട്ടില്ല. ആന കണ്ടപ്പോ മാറി ഭയങ്കര പ്രശ്നം. 20 20 200 മുതലുണ്ട്. എത്ര ആനയാണ് എത്ര ആനയാണ്. ഇപ്പൊ ഒന്നുമില്ല. എന്ത് വർഗീയതകൾ മക്കളായിട്ട് വരുന്നതാ. നിങ്ങൾ വരി അവരെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നോക്കി ഇവിടെ നോക്കി കേറി കുളിപ്പിക്കും. കിടന്നിക്കണം. സോപ്പും തേക്കൂല. കുറച്ചും കിട്ടുന്നില്ല. അതിൽ കാണും ഇതിൽ കാണും. സ്റ്റില്ലും ഉണ്ട്, ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്. അവിടെ നിന്ന് അവിടെ നിന്ന് ചെറുങ്ങനെ മുഖം കണ്ട് വെച്ചാണ്. ഇങ്ങോട്ട് ഉണ്ടാവും ഇസ്മായിലേ. ആനനെ കുളിപ്പിക്കണ ഫോട്ടോ. അല്ലല്ല ഇത് അപൂർവമാണ്. മതി. പൊരി പൊരി. വെള്ളപ്പാണ്ടൻ അങ്ങേലും ഫുള്ളാണ്. ബാവാ ഇവിടെ നോക്കി ചങ്ങലൊന്നുമില്ല. ഉണ്ട് കാൽമുണ്ടല്ലേ, മുന്നിലൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. കൊമ്പില്ല കൊമ്പില്ല. ബാക്ക് എന്താ ഇപ്പൊ കിടത്തല്ലേ. ഒരു കാലൊക്കെ ഇങ്ങനെ പൊന്തിച്ച് വെച്ചെടുത്തിങ്ങണ്ടോ തേച്ച് പിടിപ്പിച്ചാണ്. ഇങ്ങനെ കുറിച്ച് അവർ സ്റ്റില്ലെടുക്കും. ഇറക്കും സ്റ്റില്ല് ഇവിടെ ഇതിന് തൊട്ടാൽ മതി. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്നെ കിട്ടണം കേട്ടോ. മൂന്നാമത് കിട്ടണം. ഇതിനേക്കാളും നല്ലതാണ്. ഈ രംഗം കിട്ടില്ല. എനിക്കിഷ്ടം അതാണ്. അതിലേക്ക് വെച്ചിട്ട് ഒന്ന് എടുത്തിട്ടാ ഒരു സിംഗിൾ എങ്ങനെ എടുത്തിട്ട് അവിടെ മുന്നിൽ നിന്ന് എടുക്കാം. കുറച്ച് മുന്നിൽ നിന്ന് അടുത്ത് നിന്നിട്ടു അങ്ങോട്ട് വരും. ഇതിന് കൊമ്പ് രണ്ടാളും ഇവിടെ വെച്ച് കണ്ട് വന്നെടുത്തോ. എന്നിട്ട് അങ്ങോട്ട് ഇരുന്നുകൊണ്ട് വന്നെടുത്തോ. നാലാളും കിട്ടുന്നുണ്ട്. ഫൈസൽ ഭായി കുറച്ച് മുന്നിൽ നിന്നാണ്. ഇസ്മായിലേ കുറച്ച് എടുത്തിരിക്കുന്നു. റെഡി റെഡി റെഡി. ഇത്ര ഫോട്ടോ ആണ്. മതി മതി പോരി ഫോട്ടോക്ക് വീതിച്ചുണ്ട് പോരി. നമ്മള് അന്ന് വെറുതെ ഇല്ലട്ടാ അല്ലേ. എത്ര ആനയാണ്. ഞാൻ 1-2 ആന അത്ര ഞാൻ ഇത് പെരും ആനക്കൂട്ടം. ഇത്രയും ആനനെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പിന്നെ തൃശ്ശൂർ പൂരത്തിനൊക്കെ അതിന്റെ ആനകളായിരിക്കൂലേ. അമ്പലത്തിന് അതുപോലെ ആനകളെ ശുശ്രൂഷിക്കുന്ന സ്ഥലം. ആന വിട്ട് ഇത് കണ്ട കുറച്ചേ ഒരു കറുപ്പ് തിന്നു.
കുറച്ച് കറുപ്പ് വേറെ. ഓരോരോ ആനക്ക് ഓരോ പേരൊക്കെ ഉണ്ടല്ലോ, പേരിന് ബഹുമതി. അപ്പൊ മാട്ടിന് മോളിസിനൊക്കെ ഒരു ദിവസം കൊണ്ട് പോര്. ഫൈസലിനെയും വിളിച്ചു, അവരെ അനുവറിനെയും പറയാ. അനുവറിനോട് ഞങ്ങൾ ആനക്കോട്ട കാണാണ്ട് പോലെ. ആ ഫൈസൽ ഭായി, നമ്മൾ വന്നത് മുതലായിട്ടാ. ഇത് ഇങ്ങനെ സംഭവം ഞാൻ അറിയില്ലായിരുന്നു. ആനനെ കാണാനായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരണമെന്ന് വെച്ചു. ഒരു ആന രണ്ടാന ഉണ്ടാവുള്ളൂ എന്ന് വരും. അതാ ഞാൻ ചീറ്റുണ്ട്, ഇങ്ങോട്ട് പോരി. വേണ്ട പോന്നാലേ അവിടുന്ന് മതപ്പാടാണ്. ഞാൻ മതപ്പാടുള്ള കാണിച്ചത്. അതെങ്ങനെ നിങ്ങൾക്കറിയാം മതപ്പാടുണ്ട്? ആ കാല് കണ്ട കാല്, ആ കാലിലൊരു റൗണ്ട് കണ്ട, അവിടെ റൗണ്ട് പോലത്തെ സംഭവത്തിന്. അതെ, പിന്നെ ആ ഇത് കണ്ട മേൽഭാഗത്ത് ഒരു ഉള്ളിൽ നിൽക്കുന്നത് ഇങ്ങനെ മേലത്ത് കൊണ്ടിട്ട് അത് മതപ്പാട് വരുന്നതിന്റെ ലക്ഷണമാണ്. അപ്പൊ മതപ്പാട് ഉള്ള ആനനെ ഇപ്പൊ ഇവിടെ കിട്ടുമോ? ഇല്ല, വരുന്നുള്ളൂ. ആ സാറ് ഈ കുരി പൊട്ടിക്കാൻ പറ്റില്ലല്ലോ ഇവർക്ക്. അത് അതിനുള്ളിൽ വിങ്ങി വീങ്ങിട്ട് വേദന മതപ്പാട് പൊട്ടി ഒലിച്ചു പോകണം. ഈ ഗുരുവായൂര് ഈ പിന്നെ അമ്പലത്തിലൊക്കെ കൊണ്ടുവരുന്ന ആനകളാണ് ഇതൊക്കെ. ഇവര് വഴിപാട് നടത്തില്ലേ. പണി ഇത്രയല്ലേ ആ ദേവിയുടെ വെച്ച് ഇങ്ങനെ അപ്പുറത്തതാ. നിങ്ങളൊക്കെ ഒരു ഭാഗ്യമല്ലേ സ്വർഗത്തിലാണ്. കാരണം കാറ്റിൽ നടന്നുകൊണ്ട് അവിടെ 3 ആന. അല്ല തങ്ങളുണ്ട് സീറ്റിന്റെ കാര്യത്തില് ആ പൂര് കൂടെ ഒന്നല്ലേ അതിന്റെ തലയിലൊക്കെ നോക്കാം, എന്താ കാട് പട്ട ഇട്ടിക്കണ അതന്നെ. നമ്മൾ വന്ന കവാടാണിത്. ഇതിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. ഇനിയുണ്ട്. അത് വേണ്ട, അത് മതപ്പാടല്ലേ നമ്മൾ പോയി കാണായല്ലേ. മാണെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് ഫോട്ടോ അവസാനം. ചെറിയ കണ്ണാണ്. ഇതിങ്ങനെ പിടിച്ചു ഓണാണ്, വീഡിയോ ഓണാണ്. ഇതിൽ സ്റ്റില്ലൊന്നും നടക്കാൻ ഇടയ്ക്ക് സ്റ്റില്ലൊക്കെ എനിക്കവിടെ ആണ്. റോഡിൽ നിന്ന് ആന കൺട്രോൾ ചെയ്യാം.